അമ്മ കൈ നോക്കണ മലങ്കാവിലപ്പ ഇതാര്? തമ്പ്രാന്തൊടിയിലെ നാട് വിട്ടുപോയ ചെറിയമ്പ്രാളാ. ഇന്നത്തെ ദിവസം ഐശ്വര്യാണ്. ആ കയ്യിങ്ങനെ നീട്ടമ്മ നോക്കട്ട്. പ്രശ്നമാണമ്മ. വെട്ടും കുത്തും ചോരയും കാണണം. പക്ഷെ ആണ്ടവന്റെ വരപ്രസാദമുണ്ട്. നല്ല കാലം പടിപ്പുരയ്ക്ക് കാത്തു നിൽക്കുകയാണ്. ഒന്ന് കലങ്ങി തെളിയാനുണ്ട്. വീട്ടിലാൾക്ക് ചൂട് കൂടും, വീട്ടിലമ്മയ്ക്ക് പേടി കൂടും, കൊച്ചുമക്കൾക്ക് വെറുതെ മുട്ടും. 100 മേനി കൊയ്തു നിന്ന അമ്മയാണ് എന്നാ ഒരു നേരത്തെ അന്നത്തിന് മുട്ടുവനായ യോഗൻ. കാലന്റെ കണ്ണ് കാണുന്നുണ്ട് എന്നാ കയറെറിഞ്ഞാ കുടുങ്ങൂല. ചാവും ചാക്കാറും മുട്ടി നിൽക്കും. ആണ്ടവന്റെ നല്ല തുണയുണ്ട്. ഭാഗ്യം ചെയ്തവളാ. 100ന് 101 ആയസുണ്ട്. കുട്ടികള് നക്ഷത്രങ്ങളാണ്. കാറുമാറിയാ വെട്ടിത്തിളങ്ങും. നല്ല കാലത്തിന് യോഗണ്ട്. ഒരു പഴയ സാരിതാമ്മ. ബ്രാള വീടിന്റെ ഐശ്വര്യം പോയിട്ടാ. കാശും പണം ഉണ്ടായിട്ട് എന്താണ്? ബ്രാള വീടിന്റെ വിലക്കായിരുന്നില്ലേ? ഇപ്പൊ അവിടെ ആരൊക്കെ താമസം? വല്യമ്പ്രാള് മരിച്ചല്ല. പിന്നെ ഈ അമ്മയുടെ ചേട്ടമ്പ്രാളും ചേട്ടത്തി അമ്പ്രാളും 2 മക്കളും. നിങ്ങളന്ന് ഓടിപ്പോയി നന്നായിണ്ട്. ഇല്ലെങ്കിൽ ആ പോലീസുകാരൻ കുട്ടിയെ കൊന്നേനി. വല്ലപ്പോഴും പോലീസ് വേഷത്തിൽ വന്ന് നാടും കാടും വളക്കും. എല്ലാവർക്കും പേടിയായ ഞാൻ പോയമ്പ്രാളെ. ഞാനൊന്നും പറഞ്ഞില്ലേ. ഐശ്വര്യം വരട്ടെ. വേണ്ട കുട്ടിയെ, ഇരിക്കാനുള്ള സ്വസ്ഥത ഇപ്പൊ ഉണ്ണിയേട്ടനില്ല. അത്രയ്ക്ക് കടുകை ചെയ്തിട്ടാ ഞാനിപ്പോ വരണേ. ഞാനതങ്ങോട്ട് ചെയ്തു. കൊല്ലണേന്ന് തുല്യാണെന്നറിയാം. എന്നാലും ഇവിടെ നാട്ടുകാരുടെ അടിയും കുത്തും കൊള്ളണേലും നല്ലതാ. എന്താ ചെയ്തേ? പ്രാന്താശുപത്രിയിൽ കൊണ്ടാക്കി. ചങ്ങലക്കിട്ടോ മുറിയിൽ പൂട്ടിയിട്ടോ നിർത്താനുള്ള സൂക്കേടില്ല. ഇനി അങ്ങനെ ചെയ്യാച്ചാലും എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അവിടെ കിടക്കട്ടെ, കണ്ണിന് നേരെ കാണണ്ടല്ലോ. ഇതിലും ചെറിയ കുട്ടിയായിരിക്കുമ്പോ എന്റെ മോനെ ഉറക്കിക്കിടത്തി അതേ മുറിയിൽ കെട്ടി തൂങ്ങി അവന്റെ അമ്മ മരിച്ചത്. ഞാൻ നോക്കില്ല എന്നോ ചെല്ലില്ല എന്നോ സ്വയം അങ്ങോട്ട് തീരുമാനിച്ചിട്ടുണ്ടാവേ. എന്നാ കുട്ടിയെ കൂടെ അങ്ങോട്ട് കൊല്ലാനുള്ള കാരുണ്യം അവള് കാണിച്ചില്ല. അനുഭവിക്കുക ഇപ്പോ. പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മീ സമയായ ജാനകീ ദേവിയും. ഹാ രാമ ഹാ ഗുണവാരിധേ ലക്ഷ്മണ പാരീജ വിലോചനേ ബാലേ മിഥീലജേ. ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. എന്നെ നിന്റെ ചേട്ടനെ അവമാനിച്ച് വല്ല എമ്പോക്കിയുടെ കൂടെ ഇറങ്ങിപ്പോയി നീ ഒന്നും ഗതി പിടിക്കില്ലടി. ആ കാമദേവന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് നീ എന്താ ഉണ്ടാക്കിയേ? കമ്പനിയിലും തട്ടാൻകോപിയുടെ ബ്ലേഡിലും അവൻ പലിശയ്ക്ക് വാങ്ങിച്ച പണത്തിന്റെ കണക്ക് എനിക്ക് അറിയാടി. ചേട്ടത്തിമ്മ കയറിയിരിക്കുക. അവളുടെ ഒരു തക്കാരം. ആ കുറത്തി പറഞ്ഞിട്ടാ ഞാൻ അറിയണേ. മുമ്പ് പറഞ്ഞെങ്കിൽ ഈ നാട്ടിൽ കാലം ഒത്തിക്കില്ലായിരുന്നു. നീ കാരണം ചില്ലറ നാണക്കാടെന്നല്ല ഞങ്ങൾ സഹിക്കണേ. നീ ഇനി അനുഭവിക്കാൻ കിടക്കണേ ഉള്ളൂ. അറിഞ്ഞിട്ടുണ്ട് കെട്ടിലമ്മ കൊട്ടാരം വാങ്ങിച്ച് പാർപ്പ് തുടങ്ങിയത്. അയാളിവിടെ വന്ന് നിന്നോട് എമ്പോക്കിയുടെ പകരം ചോദിച്ചില്ല അച്ഛോ. എന്നെ ഞൊട്ടി വിളിച്ചോ. മന്ത്രിയുടെ ഗൺമേനപ്പ അയാള് സൂക്ഷിച്ചോ. ഓലപ്പാമ്പ് കാണിച്ച പേടിക്കണ ഒരു കോന്തനുണ്ടല്ലോ വീട്ടില്. നിങ്ങളുടെ നായര് ഈ തീയും പുകയൊക്കെ അവിടെ മതി. പകരം ചോദിക്കാൻ ഗവൺമാൻ രാഘവൻ നായരല്ല, മന്ത്രി തന്നെ വന്നാൽ ഇവിടെ പുല്ല. ഏടത്തിയമ്പ ഇപ്പൊ വന്ന വഴിക്ക് തന്നെ പോണം. അല്ല, ഇവിടെ താമസിക്കാൻ വന്നതാ. തന്റെയൊക്കെ തറയിൽ ചവിട്ടിയാലേ കുളിക്കണം.
കൊപ്രപ്പിണ്ണൊക്കെ എന്താ വഴക്ക് പറയാത്തെ? വഴക്ക് ഒന്നുമില്ല. അല്ല, എന്തുകൊണ്ടാ വഴക്കൊക്കെ പറയണേ? പിണക്ക? ഹായ്, എന്തുകൊണ്ടാ പിണങ്ങണേ? അതല്ല, എന്തോ പ്രശ്നമുണ്ട്. ഒഴിഞ്ഞു മാറി നടത്താം, വലിയ ഗൗരവം. ഡാൻസ് ക്ലാസ് കഴിയുമ്പോ വരാറുള്ളതാണല്ലോ. ഇപ്പൊ കാണാനേ ഇല്ലെന്ന് പറഞ്ഞ പോലെയാ. എന്താ? ഇങ്ങനൊക്കെ വരാനും കാണാനും വഴക്കടിക്കാനും നമ്മൾ തമ്മിൽ എന്തുട്ടാ ബന്ധം? ഒന്നുമില്ല. ഇല്ലാന്ന് തോന്നുന്നുണ്ട്, ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആലോചിക്കുമ്പോ ഒരു പിടിയും കിട്ടണില്ലേ? ഞങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ. കോളേജിൽ പഠിത്തം, ഡാൻസ്, തറവാട്, പണം. മൂരിനെ നോക്കണേ, ചക്കാട്ടണ കൊപ്രപ്പിണ്ണാക്ക ആരാ? നീ അങ്ങോട്ട് വിളിച്ചോട്. എന്തുകൊണ്ടപ്പൊ ഞാൻ ദേഷ്യം പിടിക്കണേ? ദേഷ്യം പിടിച്ച കൊപ്രപ്പിണ്ണാക്ക് പിണ്ണാക്കല്ലാണ്ടാവോ? മാറിയെടുക്കണു. ശരി തന്നെ ഞാൻ വിചാരിച്ചേ. ഇപ്പോഴല്ലേ മനസ്സിലായേ. പക്ഷെ ആന്റെ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ആരില്ലാണ്ടായ പോലെ തോന്നിയത് അറിയോ? കാര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞപ്പോ എന്തിനാ കരയണേ? എന്ത് ബന്ധമുണ്ടെന്നപ്പോ ഞാൻ പറയാ. കൊപ്പരപ്പിണ്ണാക്കിന്ന് വല്ലപ്പോഴും വിളിക്കണ കേൾക്കുമ്പോ ഒരു സുഖമുണ്ട്. ഇടയ്ക്കൊക്കെ വിളിച്ചോളൂ കേട്ടോ. ഞാനങ്ങോട്ട് വരായിരുന്നു. ചേട്ടായൊരു കാര്യം പറയണ്ടായിരുന്നു. ഒരു ബിസിനസ് കാര്യാണേ. എന്താ പറഞ്ഞോളൂ. അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ വരാം. ചേട്ടായി അറിഞ്ഞാ നമ്മുടെ പട്ടാളം പറഞ്ഞ സ്ഥലം വിട്ടു. കിട്ടേണ്ടത് കിട്ടിയപ്പോ പോകേണ്ടവർക്ക് പോവാലോ. ഇനി കുറച്ചു ദിവസം കഴിഞ്ഞൊരു വരവ് വരും. അത് സ്ഥിരം പതിവാ. നേരം ഈ വിരല് മടക്കി പിടിക്കണം. ചേട്ടത്തിയാരേ, ഞാനിപ്പോ വരാട്ടോ. ചേട്ടത്തിയാരെ കേക്കണ, കുറച്ച് ചക്കര അങ്ങോട്ട് വീശപ്പോ ഏറെ പിടിച്ചിരുന്നങ്ങോട്ട് അളവിച്ചു. നിനക്കത് നേരത്തെ ചെയ്യാറുന്നില്ലടാന്ന്. എന്നാ പിടിച്ചോ. റേഷൻ കാർഡ്, മണ്ണെണ്ണ പെർമിറ്റ്, കരണ്ട് കാർഡ്. ഇനി ഒരു വീശും കൂടെ അങ്ങോട്ട് വീശിയ ഈ വകുപ്പിനൊക്കെ നമ്മുടെ പഠിക്ക കെട്ടിടാം. പക്ഷെ കന്നാലോട് ഇതിലും ഭേദട്ടാ. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉപകാരം ചെയ്തിട്ട് ആന്റപ്പൻ എന്താ കിട്ടണേ? ഇതിപ്പോ എന്തുട്ടാലും കിട്ടാനാ ആളുകൾ ഉപകാരം ചെയ്യണേ. ഈ ആന്റപ്പൻ ആരുമില്ലേ? പിണ്ണാക്ക്, കൊപ്പര പിണ്ണാക്ക. പിന്നെ ഇങ്ങനെ ആർക്കെങ്കിലും നമ്മൾ ആവശ്യമാണെന്ന് കാണുമ്പോ തന്നെ ഇവിടെ തണവാ. ആന്റപ്പൻ ആരുമില്ലെന്ന് ആരാ പറഞ്ഞേ? പൊന്നുപോലത്തെ ഒരു ഇളയപ്പനുണ്ടല്ലോ. പിന്നെ ഞങ്ങളും. ഈ ചീച്ചേച്ചിയാ അങ്കിളിനെ കൊപ്പരപ്പിണ്ണാക്കേന്ന് വിളിക്കണേ. ചിലതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വേണ്ട കുട്ടികളെ, ഓരോ മോഹങ്ങളും നേടുമ്പോ അതിനൊപ്പം വലിയ വെല്ലുവിളി ഉണ്ടാവും. നിങ്ങൾക്കൊന്നത് താങ്ങാൻ പറ്റില്ല. പിന്നെ എന്റെ ക്ലാസ് മുടക്കാനുള്ള ഇട വരുത്തരുത്. ആളുകളെ കൊണ്ട് പറയിപ്പിക്കോ? ഇൻസ്റ്റാൾമെന്റ് അങ്കിളെ TV ഉണ്ടാ? ഉണ്ടല്ലോ. ഒരു വാക്കിങ് പറഞ്ഞ നാളേക്ക് നാളെ എത്തിക്കാലോ. 3000 രൂപ ആദ്യം കേട്ടു, പിന്നെ 50 രൂപ ഇൻസ്റ്റാൾമെന്റ് അടച്ച് ടോട്ടല് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിറ്റേലും ഫ്രീ ആയിട്ട് കൊണ്ടരട്ടെ. ഹൈ, ഈ ചേർത്തേരെന്തൊന്നും മിണ്ടാത്തേ. ദാ വരുന്നു, നേരിട്ട് ചോദിച്ചോളൂ. അച്ഛാ, ഇൻസ്റ്റാൾമെന്റ് അങ്കിളെ TV അഡ്ജസ്റ്റ് ചെയ്യത്രേ. വാങ്ങുവാ. നമുക്ക് TV വാങ്ങച്ചാ. എനിക്ക് ക്രിക്കറ്റ് കാണണം. ഇക്കാലത്ത് TV ഇല്ലാത്ത വീട് കാണാൻ പറ്റില്ലേ? കുട്ടികളുടെ ഒരു ആഗ്രഹമല്ലേ. അപ്പൊ നാളെ ഒന്ന് ഫിറ്റ് ചെയ്യാല്ലേ. 3000 മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. താൻ മനുഷ്യനെ വെറുതെ വിടില്ലല്ലേ. ഇപ്പൊ വേണ്ട. കാശ് ഇപ്പൊ ആരാ ചോദിച്ചേ? ഞാൻ ഒന്ന് ഫിറ്റ് ചെയ്യും. കാശ് മറ്റന്നാളോ പിറ്റന്നാളോ തന്നാ മതിയെന്ന്. ഇതെവിടുന്നാ ഇപ്പൊ TV ഒക്കെ വാങ്ങാൻ കാശ് രഘുട്ടാ? വേറെ എന്തൊക്കെ വാങ്ങാനുണ്ട് നമുക്ക്? ശരിയാണ്. പക്ഷേ കുഞ്ഞിന്റെ കിങ്ങിണിയുടെ സന്തോഷം കണ്ടോ? അതല്ലാതെ നമുക്ക് വേറെന്താ ഉള്ളത്? കാശൊക്കെ എങ്ങനെയും ഉണ്ടാക്കാം. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പും ഒന്നിച്ച് ജീവിച്ചിണ്ടാവുന്ന തോന്നേ. അല്ല, രണ്ടാളുടെ ജീവിതം ഒരുപോലെ ഉണ്ടേ. ചക്കിന് ചുറ്റും
തിരിയെന്നെ എന്തൊരു സുഖമുള്ള ജീവിതല്ലേ. ചിരിക്കല്ലേ വലിയ രസല്ലേട്ടാ കള്ളി. കൊപ്രപ്പനൊക്കെ നെയ്യ് വിളിച്ച ഓരോ തോന്നല്ലേ. കൊപ്രപ്പനൊക്കെ കൊപ്രപ്പനൊക്കെ പോവാ. കൊപ്രപ്പിണ്ണാക്ക് ആരാ പറടി ആരാന്ന്. എന്റെ ആ, എന്റെ പറഞ്ഞുകൂടങ്ങട്ട്. ഉം, എന്റെ ആ എന്റെ പെൻ പോയി. രഘു, നീ ഇങ്ങോട്ട് വന്നേ. എന്താ എന്ത് പറ്റി ചാക്കുണ്ണേട്ടാ? അതൊന്നും പറയണ്ട ഇഷ്ട. ഏതായാലും നീ ഒന്ന് സൂക്ഷിച്ചോട്ടോ. എന്താ? കേട്ടിട്ട് പയക്കൊന്നും വേണ്ട. സംഗതി ആകെ പ്രശ്നമായിണ്ട്. കാര്യം പറ. കർത്താവ് കഴിഞ്ഞു തരുന്നത് 2 കൈയും നീട്ടി സ്വീകരിക്കണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കിട്ടിയിടപ്പ വാങ്ങി വെക്കുകയും ചെയ്തു. വന്നിണ്ട്, മനസ്സിലായ കാലം വന്നിണ്ടെന്ന്. രാഘവൻ നായരേ, തൃത്തല്ലൂര് ഗോഡൗണിൽ അരി ഇറക്കാറുണ്ട് ഇഷ്ട. ജീപ്പാ കൊണ്ടാ നിർത്തി അങ്ങോട്ട് പൊട്ടിക്കാനാ തുടങ്ങി. ഞാനായിട്ടാ നിന്നെ കൊണ്ടുപോയെന്നും ഇപ്പൊ കൊണ്ടുവന്നെന്നും ആരോ ഒറ്റ കൊടുത്തിരിക്കണു. യൂണിയൻകാരുള്ളോണ്ട് ഒരു പൊടിക്ക് ജീവൻ കിട്ടിയെന്ന് പറഞ്ഞാ മതി. മോനെ, രക്ഷയ്ക്ക് വല്ലതും കരുതിക്കോട്ടോ. ആ പന്നി 2 കെട്ട ഇറക്കാറിങ്ങിരിക്കണേ. എനിക്കിപ്പൊ തന്നെ ബാംഗ്ലൂർക്ക് പോണേ, ചരക്കെടുക്കാൻ്റെ. സൂക്ഷിച്ചോട്ടെ മോനെ. വണ്ടി വന്ന് ശബ്ദം കേട്ടൂല്ലോ. നമ്മുടെ ചാക്കുണ്ണേട്ടനാ അന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് കാശ് വാങ്ങാൻ വന്നതാ. അയാളല്ലേ കാശൊന്നും വേണ്ടെന്ന് പറഞ്ഞ്? അല്ല, ഇപ്പൊ എന്തോ അത്യാവശ്യം അത്രേ. മതി ടി വി കണ്ടത്, പോയി കിടക്കാൻ നോക്ക് കിങ്ങിണി. എന്നോട് കാശിന്റെ കാര്യം ഒന്നും രഘുവട്ടം പറയാറില്ല. അന്ന് ചേട്ടത്തിമ്മ വന്ന് പറഞ്ഞപ്പോ പേടിച്ചു പോയി. ബ്ലേഡിലും കമ്പനിയിലും ഒക്കെ കടം വാങ്ങി ഈ വീട് മേടിച്ചെന്ന് അസൂയ പറഞ്ഞാന്ന് എനിക്ക് തോന്നി. അതെ, നീ ഇനി അതും ഇതും ആലോചിച്ച് വിഷമിക്കാൻ നിൽക്കണ്ട. അയാള് പിന്നെയും വന്നു തോന്നണേ. നീ പോയി കിടന്നോളൂ, ഞാൻ നോക്കിട്ട് വരാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും
നിന്നെ ശരിക്കും നേരിട്ടൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അന്ന് ഗുരുവായൂർ അമ്പലനടക്കിൽ വെച്ചിട്ട് തീരുമാനാണ്. എവിടാ എന്റെ പെണ്ണ്? ഞാനൊന്ന് ശരിക്കും കാണട്ടെ അവളെ. തന്റെ വീട്ടിൽ പെണ്ണുങ്ങളായിട്ട് ആരുമില്ലേ കാണാൻ ഇത്ര ആഗ്രഹം? വേണ്ട ആര്? വേണ്ട രഘുവേട്ടാ. ഓടിയോ? രഘുവേട്ടാ, അകത്തേക്ക് വരൂ. രഘുവേട്ടാ, ഞാൻ പറയുന്നത്. രഘുവേട്ടാ. രഘുവേട്ടാ. രഘുവേട്ടാ, വാതിൽ തുറക്ക്. ഹായ്, എന്തൊരു സ്നേഹാവക്ക്. പുലി പുലി പോലെ ചീറല്ലേ. അവളെ ഇങ്ങോട്ട് ഇറക്കി വിടറാ. അടുത്തു വരരുത്. എല്ലാം നിർത്തി നല്ലവനായി ജീവിക്കാൻ തീരുമാനിച്ചിറങ്ങിയവനാ ഞാൻ. എന്നെ വിടക്കാക്കരുത്. നീ വെടക്കാവണ്ടാ. തൃശ്ശൂർ ഗസ്റ്റ് ഹൗസിൽ ഈ ഒരാഴ്ച ഞാനുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാം. നീ കരടായിട്ട് നിക്കാണ്ട് എനിക്കുള്ള നോണും ഫുള്ളും ഒക്കെ ഒരുക്കി വെച്ച് കുട്ടികളെയും കുട്ടി ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോടാ. നീ ആള് കൊള്ളാനുള്ള മോനെ. പക്ഷെ എന്റെ പെണ്ണിനെ വെച്ച് അധികാരം പൊറുക്കാൻ പോടില്ലാട്ടാ. നായിന്റെ മോനെ, നിന്നെ കാണാൻ തന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നത്. ഇനി നിനക്ക് അധിക ദിവസമില്ലെന്ന് കൂട്ടിക്കോ. നീ എന്നെ മൂക്കി വലിക്കും. വരട്ടെ പെണ്ണെ, തീർന്നില്ല. ഞാൻ വീണ്ടും വരും. ഓടാ. ഇത് തന്നെ. ചേട്ടായി വന്നില്ലേ? ഇല്ല, എത്തിയിട്ടില്ല. ഹായ്, ഞാൻ കാശിന് വന്നോന്നല്ലാട്ടോ. ഇതൊക്കെ ഈ ഇൻസ്റ്റാൾമെന്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ഞാൻ പിന്നെ വരണുണ്ട്. ഇത് കുട്ടികൾക്ക് കൊടുത്തോളി. ഇത്തിരി കപ്പലണ്ടീന്റെ മിഠായിയ. അല്ല, രഘു വന്നില്ലേ? ഇല്ല. ഇന്ന് ഇവിടെ എവിടെയും കണ്ടില്ല. എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞ് രാവിലെ പോയതാ. സന്ധ്യയ്ക്ക് മുമ്പ് എത്താന്ന് പറഞ്ഞിരുന്നു. കാണാനില്ല. വരൂന്ന്. കുട്ടി ബേജാറാവണ്ട. നമസ്കാരം. പ്രധാന വാർത്തകൾ. G15 ഉച്ചകോടിക്ക് ഇന്ന് കെയ്റോവിൽ തുടക്കം. റേഷൻ ഷോപ്പ് ഉടമകൾക്ക് ധനസഹായം ലഭ്യമാക്കുമെന്ന് ധനകാര്യമന്ത്രി. എക്സൈസ് മന്ത്രിയുടെ ഗൺമാൻ കൊല ചെയ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. G15 രാഷ്ട്രങ്ങളുടെ 8ാമത് ഉച്ചകോടി തിങ്കളാഴ്ച കെയ്റോവിൽ ആരംഭിക്കും. ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് ഉപരാഷ്ട്രപതി ശ്രീ കൃഷ്ണൻകാന്താണ്. റേഷൻ ഷോപ്പ് ഉടമകൾക്ക് ധനസഹായം ലഭ്യമാക്കുമെന്ന് ധനകാര്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. എക്സൈസ് മന്ത്രിയുടെ ഗൺമാൻ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ കൊല്ലപ്പെട്ടു. തൃശൂർ ഗസ്റ്റ് ഹൌസിൽ വെച്ച് അബ്കാരി സമരം ഒത്തുതീർക്കുന്നതിന് മുന്നോടിയായി മന്ത്രി ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തവെയാണ് സംഭവമുണ്ടായത്. കൊല്ലപ്പെട്ട രാഘവൻ നായർക്ക് 45 വയസ്സ് പ്രായമുണ്ട്. പരേതൻ മന്ത്രിയുടെ ഗൺമാനായി 5 വർഷം സേവനമനുഷ്ഠിച്ചിരുന്നു. ശരീരത്തിൽ 20ഓളം വെട്ടുകൊണ്ട മുറിവുകളോടെ ഗസ്റ്റ് ഹൌസിന് പിന്നിലെ ഒഴിഞ്ഞ സ്ഥലത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മന്ത്രിക്ക് നേരെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് കൊല നടന്നതെന്ന് പാർട്ടി വൃത്തങ്ങൾ ആരോപിച്ചു.
മറിച്ച് മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് ഭാഷ്യം. എന്താ ഇത്? എന്ത് പറ്റി? ഈശ്വര, എന്താ ഇത്ര വൈകി? എങ്ങട്ടാ പോയത്? സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് സവിശേഷതയുള്ളൂ? എന്റെ പ്രിയൻ പെൺമയും ചുവപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം, അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെപ്പോലെ കറുത്തും ഇരിക്കുന്നു. അവന്റെ വായ് ഏറ്റവും മധുരമുള്ളത്. അവൻ സർവാംഗ സുന്ദരൻ തന്നെ. അമ്മകനി മണിതന്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ നന്മയാലെ മനസ്സുച്ചു കേട്ടുകൊണ്ടാലും അമ്മകനി എൻ്റെ ഷാപ്പിൽ ഇപ്പൊ നല്ല അസലല്ലികൾ വന്നുണ്ടാവും. പോയി 2 കൊട അങ്ങോട്ട് വീശാലോ നമുക്ക്. നേരം വെളുക്കുമ്പോ തന്നെയാ എന്തായാലേ നാവല്ലേ ആയിക്കൂടെ അങ്ങോട്ട്. വിഷമിക്കുമ്പോ ഓരോ കൊടങ്ങള് വീശിയ എന്താ ആശ്വാസം അല്ലേ? ആകെ ഒരു ഇതില്ലെന്നേ. കൊരങ്ങ ഉള്ളു വേവുമ്പോ കള്ളരുതെന്ന് പറഞ്ഞിട്ടുള്ള എന്നോട്. പോയി 2 കൊന്തെത്തിക്കട പോത്തെ. കുറച്ചു ദിവസമായിട്ട് എന്റെ ക്ലാവിന്റെ മോന്തയ്ക്കൊരു തെളിവില്ലല്ലോ. എന്തു പറ്റി എന്റെ കർത്താവേ? കേട്ടപ്പോ വിശ്വാസമായില്ല, സംശയം തോന്നുകയും ചെയ്തു. ഇപ്പൊ പീഡിയമുറിയുടെ മുമ്പിൽ ആളോട് പറഞ്ഞു കേട്ടപ്പോഴാ ശരിയായിരിക്കും തോന്നിയത്. അവനത് ചെയ്തോടാ. ഈശോയെ ചെയ്തോ? ആണ്ടപ്പാ ഇവിടെ വാടാ നീ. എനിക്ക് അപ്പഴേ തോന്നിണ്ടാ മോനെ നീ എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന്. ഇറങ്ങി വാടാ ഇവിടെ. എളേപ്പാ വേണ്ട, കാളപ്പറ്റൂന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കണ്ട. ചെങ്ങായി ഞാൻ എന്തുട്ടി ചെയ്തു പറഞ്ഞേ? ഇവനല്ല, മറ്റവൻ. ആര്? ഇന്നലെ രാത്രി ടിവിയിൽ കണ്ടു, ഇന്നിപ്പോ പത്രത്തിലുണ്ട്. രാഘവൻ നായരെ കുത്തിക്കുന്നതേ. ആര്? എടോ ഇതാരാ ചെയ്തേന്ന്? രഘു വന്ന നാട്ടിലെല്ലാരും പറയണേ. 10-20 വെട്ടും കുത്തും ഉണ്ടത്രേ. രഘു ഇന്നലെ മേത്ത് ചോരയും പാടും ഒക്കെ ആയിട്ട് അർദ്ധരാത്രിയാ വന്നത്. കണ്ടവരുണ്ട്. അല്ല, ഉണ്ണിയത്തോട് ആരാത് പറഞ്ഞേ? അവിടെ എല്ലാവരും ഇത് തന്നെ പറയണുള്ളൂന്നേ. ഞാൻ അവിടം വരെ പോയി ഒന്ന് നോക്കിയാലോ? എളപ്പൻ ചെല്ല്. ഇവിടെ ആരുമില്ലേ? പൗരളപ്പനാണ് കുട്ടിയെ. പൗലിയളപ്പൻ എന്താ രാവിലെ തന്നെ? അല്ല പിന്നെ കുപ്പിയെടുത്തോളൂ. അല്ല രഘുന്ന് പോയില്ലേ? വണ്ടി ഉണ്ടല്ലോ. ഹൈ, വണ്ടിയുടെ മോന്തം ഞളങ്ങിണ്ടല്ലോ. ഇതെന്തു പറ്റി? ഇവിടെ ഇല്ലേ? എണീറ്റിട്ടില്ല, ഇന്നലെ വൈകിയാ വന്നത്. എണ്ണ തീർന്നിട്ടില്ല, മെനഞ്ഞാന്നല്ലേ തന്നത്. എന്താ മോള് വല്ലാണ്ടിരിക്കണേ? ഒന്നുമില്ല. എന്താ അമ്മേ? അച്ഛന്
എണീക്കണില്ലല്ലോ. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നോ, ഇനിയൊരു വിശ്രമം എവിടേക്കെന്നോ. സായിവേ, ഇൻസ്റ്റാൾമെന്റ് വന്നിട്ടുണ്ടാ? തായ് പറഞ്ഞില്ലേ നമ്മുടെ വിഷപ്പറ്റി പറയുന്നതിന്റെ ബോസ് രാഘവന്നായിരിക്കും മോഷം കിട്ടിയത്. ആകെ മൊത്തം വെട്ടും കുത്തും ആയിട്ട് ഡിസൈനൊക്കെ അങ്ങോട്ട് വിറ്റെന്ന്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനില്ലേ ശവികൾക്ക്? ഡാൻഡപ്പാ, ആകെ ഒരു മൂഡൌട്ട് തോന്നുന്നുണ്ടാ. ഇൻസ്റ്റാൾമെന്റ് ആയിട്ടേ ഒരു കുപ്പി പനങ്ങൾ അങ്ങോട്ട് വീശിയാലാ. മിണ്ടാതെ പൊക്കോടുന്ന് തന്നെ നേരെ വെളുക്കുമ്പോ തന്നെ ആൾക്കാരൊക്കെ എന്നോട് കണ്ണു കണ്ണെന്ന് പറയണേ. ഐ വേണ്ടെങ്കി വേണ്ടെന്നേ, നീ കിടന്ന് കുറച്ച് ചാണ്ടറാ പോത്തെ. ആ നമ്മുടെ ചേട്ടായിക്ക് ഒരു TV അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തുട്ടോ. ഞാൻ പിറകെ നടന്ന് നടന്ന് ഒടുവിലൊരു മൂളല് കിട്ടി എന്റെ സായിവേ. ആ കുരിപ്പ് പോയിട്ടുണ്ടാവോ? കാശിട്ടാണ്ടേ. താനിപ്പോ അങ്ങോട്ട് പോണ്ടോ? എന്തേ? 2 ദിവസം കഴിയട്ടെ, തന്റെ കാശ് അവരെ തരാണ്ടിരിക്കില്ല. പോരെ? ഞാനും കേട്ടൂലൊരു കരന്യൂസ്. എന്തൂട്ടാനിപ്പുണ്ടായേ? ഇജ്ജിപ്പോ അങ്ങോട്ട് പോകണ്ട ഹിമാറേ. ഓല അല്ലെങ്കിൽ തന്നെ മനസ്സ് വിഷമിച്ചിരിക്കുകയാണ്.